ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി കടച്ചക്ക വെച്ചിട്ടുള്ള വറുത്തരച്ച മസാല കറിയാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ നാളികേരം, ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കറി മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 7 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി മസാല കറി ഉണ്ടാക്കാം. നമ്മുടെ കടച്ചക്ക കണ്ട നന്നാക്കി കണ്ട ഇതേ പരുവത്തിലുള്ള കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി കണ്ട വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ നിന്ന്. അതിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും. അധികം വെള്ളം ചേർത്തണ്ടാട്ടാ, കറിയിൽ അധികം വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം. നമുക്കിത് വേവട്ടെ. വേണ്ട, നമ്മുടെ കടച്ചക്ക അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. സൂപ്പറായിട്ട് ഇതാ വെന്തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണേ. മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി വറുത്തെടുക്കാം. ഇത് വറവായിട്ടുണ്ട്. ഇത് കറിക്ക് തട്ടി കൊടുക്കാം. അതിനുശേഷം നാളികേരം വറുക്കാത്ത. അതിനായി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം ഞാൻ ഇട്ട് കൊടുക്കണേ. ഇത് വറുത്തെടുക്കണം. അതിന്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതാ കണ്ട, നമ്മുടെ നാളികേരം കണ്ട ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാ കണ്ട, ബ്രൗൺ കളറായി ഇങ്ങനെ കണ്ട നല്ല ഇതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് ഗ്യാസ് ഓഫാക്കി ആക്കാം. ഇതൊന്ന് അരച്ച് ചേർക്കാം കറിയിൽ. ഇതാ നമ്മുടെ മുളക് മല്ലിയൊക്കെ വറുത്തിട്ട ഈ കറി ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പയിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണേ ഞാൻ. അപ്പൊ മുളക് പൊടി ഇതിന്റെ കുത്തും മല്ലിപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് പോവാനായിട്ട് ഒന്ന് തിളയ്ക്കണേ. കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇതാ നമ്മുടെ കടച്ചക്കറി ഇതാ സൂപ്പറായിട്ട് തിളച്ച് മറിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാട്ടാ. കറി മസാലയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് വെച്ചത് അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, അതായത് ചേർത്ത് കൊടുക്കണ്ടേ. കണ്ട അടിപൊളിയായിട്ട് കണ്ട സൂപ്പറായി നല്ല കുഴമ്പിനുള്ള കറിയായിട്ട് എടുക്കണം ഇത് എടുക്കുമ്പോ, അല്ലെങ്കിൽ അത് ടേസ്റ്റ് കിട്ടില്ല. അധികം വെള്ളത്തോടൊക്കെ ഞെയ്യ ഈ കറിക്ക് ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കുഴമ്പായിട്ട് എടുക്കണം. ഇതൊന്നൊട്ട് കുറുകി വരട്ടാട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് കാച്ചി കൊടുക്കാം, കറി ഉള്ളി മുപ്പിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണ്ടേ ഞാൻ. ഇതാ നമ്മള് വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കണേ. വെളിച്ചെണ്ണ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഞാൻ. അത് ചേർത്തി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായി ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ കറിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കറി അടിപൊളി കറിയായിട്ട്. അപ്പൊ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടാ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും വേണം. നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.